സിൽക്ക് സ്മിത. സിൽക്ക് സ്മിത തിളക്കത്തിനപ്പുറം ഒരു വേദനയുടെ കഥ. ഒരു കാലത്ത് ദക്ഷിണേന്ത്യൻ സിനിമാ ലോകം മുഴുവൻ ഇളക്കിമറിച്ച ഒരു പേര്, സിൽക്ക് സ്മിത. സ്ക്രീനിൽ അവർ വന്നാൽ അതുതന്നെ ഒരു ആഘോഷമായിരുന്നു. പക്ഷേ ആ തിളക്കമുള്ള ജീവിതത്തിന് പിന്നിൽ ഒളിഞ്ഞിരുന്നത് ഒരു വലിയ വേദനയായിരുന്നു. ആരാണ് സിൽക്ക് സ്മിത? എന്താണ് അവളുടെ യഥാർത്ഥ കഥ? സിൽക്ക് സ്മിത എന്ന പേര് നമുക്കെല്ലാവർക്കും പരിചിതമാണ്. അവരുടെ യഥാർത്ഥ പേര് വിജയലക്ഷ്മി എന്നായിരുന്നു. 1960 ഡിസംബർ 2 ഒരു ദരിദ്ര കുടുംബത്തിലാണ് അവർ ജനിച്ചത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പഠനം തുടരാൻ അവർക്ക് സാധിച്ചില്ല. 4ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ വെറും 10 വയസ്സിൽ അവർക്ക് സ്കൂൾ വിടേണ്ടി വന്നു. അതിനാലാണ് വെറും 17 വയസ്സുള്ളപ്പോൾ തന്നെ അവരെ വിവാഹം കഴിപ്പിച്ചയച്ചത്. ഒരു കുഞ്ഞായിരിക്കേണ്ട പ്രായത്തിൽ തന്നെ ജീവിതത്തിന്റെ ഭാരങ്ങൾ അവരുടെ മേൽ വീണു. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സിനിമാ ലോകം അവർക്ക് ഒരു പുതിയ പ്രതീക്ഷയായി തോന്നി. സിൽക്ക് സ്മിതയ്ക്ക് മേക്കപ്പിനോടുള്ള വലിയ ഇഷ്ടം കാരണം ഒരു നടിയുടെ ടച്ചപ്പ് ആർട്ടിസ്റ്റായി ജോലി ആരംഭിച്ചു. അതുവഴി സിനിമാ ലോകത്തേക്ക് അവർ പതുക്കെ പതുക്കെ കടന്നു വന്നു. താമസിയാതെ ചെറിയ വേഷങ്ങൾ ലഭിച്ചു. പക്ഷേ ആരും ശ്രദ്ധിച്ചില്ല. അവളുടെ ജീവിതത്തിലെ വലിയ തിരിമറി വന്നത് സംവിധായകൻ വിനു ചക്രവർത്തി അവളെ കണ്ടെത്തിയപ്പോഴായിരുന്നു. അദ്ദേഹം അവൾക്ക് സ്മിത എന്ന പേര് മാറ്റി നൽകി. അദ്ദേഹത്തിന്റെ ഭാര്യ അവർക്ക് ഇംഗ്ലീഷും അഭിനയവും നൃത്തവും പഠിപ്പിച്ചു. 1979 പുറത്തിറങ്ങിയ വണ്ടിച്ചക്രം എന്ന സിനിമയിലെ സിൽക്ക് എന്ന കഥാപാത്രം, ആ ഒരു കഥാപാത്രം അവരുടെ ജീവിതം പൂർണ്ണമായി മാറ്റിമറിച്ചു. അങ്ങനെ സിൽക്ക് സ്മിത എന്ന പേര് ജനിച്ചു. അതിനുശേഷം സിൽക്ക് സ്മിത ദക്ഷിണേന്ത്യൻ സിനിമയുടെ ലോകത്തിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളായി മാറി. അവരുടെ സ്റ്റൈലും ആത്മവിശ്വാസവും വ്യത്യസ്തമായ സ്ക്രീൻ പ്രസൻസും അവരെ വേറിട്ടതാക്കി. ഒരു സമയം അവരുടെ സാന്നിധ്യമില്ലാത്ത ഒരു സിനിമയും പൂർണ്ണമല്ലെന്ന് കരുതപ്പെട്ടു. ചെറിയൊരു പാട്ടിൽ മാത്രം വന്നാലും അതുതന്നെ സിനിമയുടെ വിജയത്തിന് കാരണമാകുമായിരുന്നു. 17 വർഷം നീണ്ടുനിന്ന തന്റെ കരിയറിൽ 450-ലധികം സിനിമകളിൽ അവർ അഭിനയിച്ചു. തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി എല്ലാ ഭാഷകളിലും അവർ തന്റെ സ്ഥാനം നേടിയെടുത്തു. അവർ ഒരു നടി മാത്രമായിരുന്നില്ലെന്ന്, ഒരു ട്രെൻഡായി മാറിയിരുന്നു. പക്ഷേ ഈ വിജയത്തിനപ്പുറം അവരുടെ വ്യക്തിപരമായ ജീവിതം അത്ര നന്നായിരുന്നില്ല. പല പ്രശ്നങ്ങളും സമ്മർദ്ദങ്ങളും അവരെ അലട്ടിയിരുന്നു എന്ന് പലരും പറയുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ബന്ധങ്ങളിലെ നിരാശകൾ, ഒറ്റപ്പെടൽ. പുറത്ത് കാണുന്ന തിളക്കത്തിനപ്പുറം അവർ അനുഭവിച്ച വേദന പലർക്കും കാണാനായില്ല. 1996 സെപ്റ്റംബർ 23 ചെന്നൈയിലെ തന്റെ വസതിയിൽ സിൽക്ക് സ്മിത മരിച്ച നിലയിൽ കണ്ടെത്തപ്പെട്ടു. അന്ന് വെറും 36 വയസ്സായിരുന്നു. ഈ വാർത്ത സിനിമാ ലോകത്തെ മാത്രമല്ല, ലക്ഷക്കണക്കിന് ആരാധകരെയും വളരെയധികം ഞെട്ടിച്ചു. അവരുടെ മരണത്തിന്റെ കൃത്യമായ കാരണം ഇന്നും വ്യക്തമായിട്ടില്ല. പക്ഷേ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും മനസ്സിലെ വേദനയും അതിനു പിന്നിൽ ഉണ്ടാകാമെന്ന് പലരും വിശ്വസിക്കുന്നു. ഒരു കാലത്ത് സ്ക്രീൻ നിറഞ്ഞു നിന്ന ആ താരത്തിന്റെ ജീവിതം ഇങ്ങനെ അവസാനിച്ചത് എല്ലാവരെയും വലിയ ദുഃഖത്തിലാഴ്ത്തി. സിൽക്ക് സ്മിതയുടെ കഥ നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? പുറത്ത് കാണുന്ന തിളക്കം എപ്പോഴും സന്തോഷമായിരിക്കില്ല എന്നതാണ്. ജീവിതത്തിൽ എത്ര വലിയ വിജയമുണ്ടായാലും മനസ്സിന്റെ സമാധാനം അതില്ലെങ്കിൽ അത് പൂർണ്ണമായ ജീവിതമാകില്ല.
നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. സിൽക്ക് സ്മിത ഒരു താരം മാത്രമല്ല, മറക്കാനാവാത്ത ഒരു ജീവിതത്തിന്റെ കഥയും കൂടിയാണ്.